യൂഷ്വലി പാരൻസ് ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ കുട്ടികൾ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ടുള്ള പാരൻസിന്റെ മക്കൾക്ക് ഇതുപോലെ നമ്മൾ കാണാറുണ്ട്. ലൈക്ക് അവർ കൂടുതൽ സമയം സ്ക്രീനിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രോപ്പർ അറ്റൻഷൻ കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. അത് ഈ ഒരു ജനറേഷനിൽ കൂടുതലാണ് അങ്ങനെയുള്ള കേസസ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം. പാരൻസിന്റെ സ്ക്രീൻ അഡിക്ഷനുള്ള ഒരു പരിഹാരം കണ്ടാൽ ഇവിടെ ഇത് നമുക്ക് നോർമലാക്കാൻ പറ്റും കുട്ടീൻ്റെ കേസിൽ. നമ്മൾ മദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വരുമ്പോൾ മദറും സഫർ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ കുട്ടികളും സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കേസിൽ നമ്മൾ യൂഷ്വലി കാണാം അവർ ഭയങ്കര വാശിക്കാരായിട്ട് ഭയങ്കര ടാൻഡ്രംസ് ഒക്കെ കാണിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പാരൻസ് പലപ്പോഴും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ വാശി പിടിക്കുമ്പോഴൊക്കെയാണ് ക്ലിനിക്കിൽ വരിക, അതിന് അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെയും യൂഷ്വലി റീസൺ വരെ ഈ കുട്ടികൾക്ക് പാരൻസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഈ ടാൻഡ്രംസ് കാണിക്കുന്നതും ഒക്കെ. അപ്പം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കാനേ കുട്ടികൾക്ക് അറിയുള്ളൂ. അവർക്കത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയൂല കുട്ടികൾക്ക് പൊതുവെ. അവരതിനും മെച്ചുവേർഡ് അല്ല. അപ്പോൾ അവർക്ക് കാണിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഇതുപോലെ ടാൻഡ്രംസ്, ദേഷ്യം കാണിക്കുക, വാശി പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയണത് അനുസരിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ അത് എക്സ്പ്രസ് ചെയ്യുക. പാരൻസ് എന്ത് ചെയ്യും, അതിന് സൂപ്പർഫിഷ്യലായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കാണിച്ചു കൊടുക്കും. ലൈക്ക് അവർ വാശി പിടിക്കുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കും, അവർ ദേഷ്യം പിടിക്കുമ്പോൾ ചിലപ്പോൾ അവരെടുത്ത് തിരിച്ച് ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യുക. പക്ഷെ ഒരിക്കലും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല അത്തരം കണ്ടീഷൻസ്. നമ്മളെപ്പോഴും എന്തുകൊണ്ട് കുട്ടി ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഏത് ടൈം പീരീഡ് മുതലാണ് കുട്ടിയിൽ ഈ മാറ്റം കണ്ടുവന്നത് എന്ന് പാരൻസ് മനസ്സിലാക്കണം. അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യൂഷ്വലി പാരൻസ് ജോലിക്ക് പോയി തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഇത്തരം ചേഞ്ചസ് കണ്ടു തുടങ്ങുക.